അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. അപ്പോൾ അവിടുന്ന് കണ്ട കാഴ്ച അദ്ദേഹത്തെ അസ്വസ്ഥമാക്കുകയും ദുഃഖിപ്പിക്കുകയും കണ്ണീർ കാരണമാവുകയും ചെയ്തു. അദ്ദേഹത്തെ ഇത്ര അസ്വസ്ഥനാക്കുകയും ദുഃഖിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ആ കാഴ്ച എന്തായിരുന്നു? ഈന്തപ്പനയോലയിൽ മെനഞ്ഞുണ്ടാക്കിയ പരുപരുത്തതായ ഒരു പായയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നത് കണ്ടതായിരുന്നു അതിന് കാരണം. അതുപോലെ തന്നെ ഈന്തപ്പന നാര് നിറച്ച തോൽ തലയിണയായി വെച്ചതായും അവിടുന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനിടയാവുകയാണ്. അവിടെ മെത്തയോ കട്ടിലോ വിരിപ്പോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈയൊരു പരുക്കൻ പായ അല്ലാത്ത ലോക നേതാവിന് കിടക്കാൻ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ അനുഗ്രഹീതമായ ശരീരഭാഗങ്ങളിൽ ഈ പായയുടെ അടയാളങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ കാണാനിടയാണ്. അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ്. അദ്ദേഹം ചുറ്റുപാടും നോക്കി. കാലിനടുത്ത് ഒരു ചെടിയുടെ ഇലകളും തലക്കെടുത്ത് കെട്ടിത്തൂക്കിയ 3 ഊറക്കിടാത്ത തോലും പിന്നെ ഒരു പിടി ബാർലിയും അല്ലാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഒന്നും തന്നെ കാണാനില്ല. ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കണ്ണുനീരൊഴിക്കാൻ തുടങ്ങി. എങ്ങനെ കരയാതിരിക്കും? ഇത് പ്രവാചക നേതാവിൻ്റെ വീടാണ്, ലോകരക്ഷിതാവിൻ്റെ ഹബീബിൻ്റെ വീടാണ്. ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും അങ്ങേയറ്റത്തിൽ ഉറങ്ങാൻ ഒരു വിരിപ്പോ തലവെക്കാനും മൃദുലമായ ഒരു തലയിണയോ അവിടെയില്ല. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഖത്താബിൻ്റെ മകനെ, എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു ആ സമയം പറഞ്ഞു, പ്രവാചകരെ, എനിക്കു കരയാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക? ഈ പായ അങ്ങയുടെ ശരീരത്തിൻ്റെ മഹത്തായ ഭാഗങ്ങളിൽ അടയാളങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ കാണുന്ന ഈ സാധനങ്ങളല്ലാതെ മറ്റൊന്നും ഈ വീട്ടിൽ കാണുന്നില്ല. അതേസമയം പേർഷ്യക്കാരിലും റോമക്കാരിലും അള്ളാഹു വിശാലത നൽകിയിട്ടുണ്ട്. പേർഷ്യൻ ചക്രവർത്തിയും റോമ ചക്രവർത്തിയും നദികളിലും ഫലങ്ങളിലും സുഖലോലുപതയിലാണ് അവരുടെ ജീവിതം. അവരാണെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നുമില്ല. ഓ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതരും ഏറ്റവും ഉത്തമരായ സൃഷ്ടിയുമാണ്. അള്ളാഹുവിനോട് ഒന്ന് പ്രാർത്ഥിക്കൂ, അങ്ങയുടെ സമുദായത്തിന് അള്ളാഹു വിശാലത നൽകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഐഹിക വിരക്തിയും ഉള്ളതിൽ തൃപ്തിപ്പെടലുമാണ് അവിടുത്തേക്കെന്നും അവിടുത്തെ ഈ ഉമ്മത്തിനും അവിടുന്ന് ഇഷ്ടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു, ഇതാണോ ഖത്താബിൻ്റെ മകനെ നീ ചിന്തിക്കുന്നത്? ദുനിയാവ് അവർക്കും ആഖിറം നമുക്കുമാവൽ നീ തൃപ്തിപ്പെടുന്നില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അതെ തിരുദൂതരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ. ദുനിയാവിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഐഹിക വിരക്തിയുള്ള വ്യക്തിയായിരുന്നു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വളരെയധികം ലാളിത്യത്തോടെയും ആഡംബരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയും അവിടുന്ന് ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചു. ഇഹലോകത്തേക്കാൾ പരലോകത്ത് പ്രാമുഖ്യം നൽകുകയും ചെയ്തു. അല്ലാഹു തആല പറഞ്ഞതുപോലെ, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. തീർച്ചയായും പരലോകമാണ് നിങ്ങൾക്ക് ഇഹലോകത്തേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മാത്രമല്ല വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകം അതാണ് ഏറ്റവും ഉത്തമം, മാത്രമല്ല അതെന്നും ശേഷിക്കുന്നതാണ്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ജീവിതത്തിൻ്റെ ലാളിത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം ലളിതപൂർണമായ ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.